അതൊക്കെ ഒരു അമിതാണ്. ദൂർത്തായിട്ടുള്ളതൊക്കെ ദൂർത്തു തന്നെ പറഞ്ഞു. പാകത്തിന് മതി. ഭക്ഷണം കൊടുക്കുന്നിടത്തും പാകത്തിന്. കല്യാണം കഴിക്കുന്ന ആള്, ചെലവ് നടത്തുന്ന ആള് ഒരു ഭക്ഷണം കൊടുക്കാനേ ആൾക്ക് കഴിവുള്ളെങ്കിൽ അത് കൊടുത്താൽ മതി. അയാൾ അയൽപക്കത്തുള്ള ഒരു വീട്ടില് നല്ല സമ്പന്നനായ ഒരു വ്യക്തി 2 ഭക്ഷണം കൊടുത്തു, ഒന്ന് ബിരിയാണി മറ്റൊന്ന് മന്തി. ഇയാളും അങ്ങനെ തന്നെ കൊടുക്കണം എന്നുണ്ടോ? ഇല്ലല്ല, അങ്ങനൊന്നുമില്ല. അങ്ങനെ ആരും ശാഠ്യം പിടിക്കരുത്, അങ്ങനെ ആരും നിർബന്ധം പറയരുത്, അഭിപ്രായം പറയരുത്. അയാളെ കഴിവിനനുസരിച്ചാണ്. അയാൾക്ക് എന്താ കൊടുക്കാൻ കഴിയുന്നത്? നെയ്ച്ചോറ് നല്ല കോയിറച്ചിയാണ്, അല്ലെങ്കിൽ നെയ്ച്ചോറ് നല്ല പോത്തിറച്ചി, അത് കൊടുത്തോട്ടെ. അയാൾ ഇനി ആവശ്യക്കാർക്ക് വെറുംചോറാണ്, അത് വേറെ അങ്ങനെ കൊടുത്തോട്ടെ. അയാളും ആ ബിരിയാണിയും ആ മന്തി അയാൾ തന്നെ വാങ്ങിയാൽ, അയാളും അതുപോലെ ഉണ്ടാക്കിയാൽ അയാളെ പെരടിയിൽ പിന്നെയും വരും സാമ്പത്തിക ഭാരം, ലക്ഷങ്ങളെ ഭാരം. അതുണ്ടാക്കരുത്. അങ്ങനെ തന്നെ ഇവിടെയും വേണം എന്ന് ശാഠ്യം പിടിക്കരുത്. അയാളെ കഴിവെത്രയാണോ ആ കഴിവനുസരിച്ചാണ് അയാൾ ചെയ്യേണ്ടത്. എല്ലാവർക്കും ഒരേ രൂപഭാവം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. സൗകര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിലും വ്യത്യാസം ഉണ്ടല്ലോ. അതേ രൂപത്തിൽ ഇതിലും വ്യത്യാസം ഉണ്ടാകണം. എന്താ അപ്പൊ അതിൽ ബുദ്ധിമുട്ട്? പാകത്തിനനുസരിച്ച് അവിടൊക്കെ ചെയ്യേണ്ടതുള്ളൂ. ഏറെ ഒരു സംഗതിയും ചെയ്യേണ്ടതില്ല. ഭക്ഷണം അതും പാകത്തിനനുസരിച്ച് കൊടുത്താൽ മതി. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു സ്വഹാബി തന്റെ വീട്ടിലെ ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ട്, ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് 3 ദിവസം ഭക്ഷണം ഉണ്ടാക്കി. എത്ര ദിവസം? 3 ദിവസം. 1-ാമത്തെ ദിവസം നബി തങ്ങളെ വന്ന് വിളിച്ചു, നബിയെ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് തങ്ങളും സ്വഹാബത്തൊക്കെ വരണം എന്നാണ്. എല്ലാരും പോയി. നബി തങ്ങളും പോയി, സ്വഹാബത്തും പോയി, ഭക്ഷണം കഴിച്ചു വന്നു. ഭക്ഷണം കഴിക്കാരാൾ വന്ന് ക്ഷണിച്ചതല്ലേ, സ്വഹാബിയാണ് വന്ന് ക്ഷണിക്കുന്നത്. 2-ാം ദിവസവും അതേ സ്വഹാബി വന്നു ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വിവരം പറഞ്ഞു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയില്ല. തങ്ങൾ പറഞ്ഞു, ആവശ്യമുള്ളവര് പോയിക്കോളൂ, പോയി കഴിച്ചു വന്നോളൂ. 3-ാമത്തെ ദിവസവും വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, റിയാഉൻ വസുംആ, ലോകമാന്യമാണ്, പേരിന് വേണ്ടിയാണ്, പ്രസിദ്ധിക്ക് വേണ്ടിയാണ്, ആരും പോയേക്കരുത്. എന്താ ഇത് പഠിപ്പിക്കണ അറിയാം? പാകത്തിന് മതി, പാകത്തിന് മതിയാക്കണം, ഓവർ വേണ്ട. നമ്മളെ താല്പര്യങ്ങളെ പോലെ കാര്യങ്ങൾ നടക്കണം എന്നൊരാൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നരകത്ത് പോകാൻ വഴി എളുപ്പമാകും.